അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ, കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ പരിശുദ്ധ നോമ്പും തറാവിഹുകളും ഖുർആൻ പാരായണവും മറ്റ് ദാനധർമ്മങ്ങളും മറ്റു അമലുകളെല്ലാം അള്ളാഹു നമ്മിൽ നിന്ന് ന്യൂനതകൾ പരിഹരിച്ച് പിഴവുകൾ പുറത്തു സ്വീകരിക്കുമാറാകട്ടെ. റമളാൻ അനുകൂല സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. കുടുംബസമേതം മരണപ്പെട്ടു പോയവരോടൊപ്പം നാളെ സ്വർഗത്തിൽ സംഗമിക്കാനുള്ള ഭാഗ്യവും അള്ളാഹു നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങൾ പറയാനാണ് ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നത്. നിർബന്ധമായ ഒരു ദാനമാണ് ഫിത്ർ സക്കാത്ത്. അത് നിർബന്ധമാകുന്നത് ചെറിയ പെരുന്നാൾ രാവിന്റെ ആരംഭത്തോടുകൂടി, അഥവാ ചെറിയ പെരുന്നാളിന്റെ പിറ ദൃശ്യമാകുന്നതോടുകൂടി ആ സമയത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ഫിത്ർ സക്കാത്ത് നിർബന്ധമാകും. ആ സമയത്ത് ജീവിച്ചിരിക്കുന്ന പിറ ദൃശ്യമാകുന്ന സമയത്ത് ജീവിച്ചിരിക്കുന്നവരാരൊക്കെയുണ്ടോ അവർക്കൊക്കെയും നിർബന്ധമാകും. ഒരാളുടെ കീഴിലുള്ളവരാണ് അവരൊക്കെയെങ്കിൽ അവർക്കൊക്കെ വേണ്ടി ആ ഉത്തരവാദിത്തപ്പെട്ടയാള് കൊടുത്തിരിക്കണം. അതായത് പിറ ദൃശ്യമാകുമ്പോൾ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും കൊടുക്കണം എന്നർത്ഥം. അത് ചെറിയ കുട്ടിയാണെങ്കിൽ പോലും. അതിനാണ് ആ ഭാഗം ഒന്നുകൂടി വ്യക്തമാക്കിയത്. ചെറിയ നോമ്പ് പിടിച്ചവർക്ക് മാത്രം കൊടുത്താൽ പോരെ എന്നൊക്കെ ചില സംശയങ്ങളുണ്ട്. പോരാ, പിറ ദൃശ്യമാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവരാരൊക്കെയുണ്ടോ അവർക്കൊക്കെ വേണ്ടിയിട്ട് കൊടുക്കണം. വയസ്സായ ഉമ്മാണ്, അവർക്ക് നോമ്പ് പിടിക്കാൻ അവരുടെ വാർദ്ധക്യം അനുവദിക്കില്ല എന്ന് കരുതി അവരെയും ഒഴിവാക്കാൻ പറ്റൂല. ഫിത്ർ സക്കാത്തിന്റെ വിഹിതം അവർക്കും കൊടുക്കൽ നിർബന്ധമാണ്. ചെറിയ കുട്ടികൾ, ആ സമയത്ത് ജീവിച്ചിരിക്കുന്ന കുട്ടികൾ ഉണ്ടാവുമല്ലോ, ആ കുട്ടികൾക്കടക്കം കൊടുക്കൽ നിർബന്ധമാണ്. പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പ് ആ ഫിത്ർ സക്കാത്ത് അവകാശികൾക്ക് എത്തിച്ചു കൊടുക്കൽ പുണ്യമാണ്, ഏറ്റവും പുണ്യമാണ്. പെരുന്നാൾ നിസ്കാരം കഴിയുന്നത് വരെ പിന്തിക്കൽ കറാഹത്താണ്. ഇനി ഏറ്റവും അടുത്ത ബന്ധുക്കൾ അല്ലെങ്കിൽ അതിന്റെ അവകാശികൾ വന്നെത്താൻ ഒരല്പം വൈകും എന്ന് കണ്ടാൽ അവർക്ക് വേണ്ടിയിട്ട് ഒരല്പം പിന്തിക്കാം. പക്ഷേ ആ പിന്തിക്കലും പെരുന്നാൾ ദിവസം തീരുന്നതുവരെയാകാൻ പാടില്ല. അതായത് പെരുന്നാളിന്റെ പകലിന്റെ സൂര്യൻ അസ്തമിക്കുന്നത് വരെ പിന്തിക്കാൻ പാടില്ല. പെരുന്നാളിന്റെ സൂര്യൻ അസ്തമിക്കുന്നതുവരെ പിന്തിക്കൽ ഹറാമാണ്, കുറ്റകരമാണ്. അതുപോലെ തന്നെ അങ്ങനെ പിന്തിച്ചു കഴിഞ്ഞാൽ ഫിത്ർ സക്കാത്ത് ഖളാ ആകും. അത് ഖളാ വീട്ടൽ നിർബന്ധവുമാണ്. പെട്ടെന്ന് തന്നെ അതിനെ ഖളാ വീട്ടൽ നിർബന്ധവുമാണ്. ആർക്കൊക്കെയാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്? തന്റെയും താൻ ചിലവിന് കൊടുക്കൽ നിർബന്ധമുള്ളവരുടെയും പെരുന്നാൾ ദിവസത്തെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം മുതലായ അത്യാവശ്യ ചെലവും തനിക്ക് കടമുണ്ടെങ്കിൽ അത് വീടാനുള്ള തുകയും കഴിച്ച് ഫിത്ർ സക്കാത്ത് വുജൂബാകുന്ന സന്ദർഭത്തിൽ ബാക്കി വല്ലതും ഉള്ളവരൊക്കെയും ഫിത്ർ സക്കാത്ത് കൊടുക്കൽ ബാധ്യതപ്പെട്ടവരാണ്. അപ്പൊ ആ രീതിയിൽ ചിന്തിക്കുമ്പോ നമ്മളെല്ലാവരും, ഈ പറയുന്ന ഞാനും ഇത് കേൾക്കുന്ന നിങ്ങളും, നമ്മളെല്ലാവരും ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായവരാണ്. കാരണം പെരുന്നാൾ ദിവസത്തെ ഭക്ഷണവും വസ്ത്രവും ഒക്കെ ഇല്ലാത്തവരാരാ നമ്മുടെ കൂട്ടത്തിലുള്ളത്? നമ്മുടെ മക്കൾക്കുള്ള. അപ്പൊ അതൊക്കെ കഴിച്ചിട്ട് ബാക്കി ഫിത്ർ സക്കാത്തിന്റെ വിഹിതമായി കൊടുക്കാൻ പറ്റിയത് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് കൊടുക്കാനുള്ള പണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതുകൊണ്ട് വാങ്ങി അത് കൊടുക്കൽ ബാധ്യതയാണ്, നിർബന്ധമാണ്. ആർക്കൊക്കെ വേണ്ടി കൊടുക്കണം? നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാനും എന്റെ കീഴിൽ ജീവിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും, ഭാര്യ ഉണ്ടാകാം, മാതാപിതാക്കൾ ഉണ്ടാകാം, മക്കളുണ്ടാകാം, അടിമകൾ ഉണ്ടായിരുന്ന കാലത്ത് അടിമകൾ ആയിക്കോട്ടെ, ഇങ്ങനെ നിർബന്ധമായി ഞാൻ ചിലവിന് കൊടുക്കൽ എനിക്ക് ബാധ്യതപ്പെട്ട എല്ലാവർക്കും വേണ്ടിയിട്ടും ഞാൻ കൊടുത്തിരിക്കണം ഫിത്ർ സക്കാത്ത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. നോമ്പ് പിടിച്ചവർക്ക് വേണ്ടി മാത്രമുള്ളൊരു ബാധ്യതയല്ല. എല്ലാവർക്കും ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്, കൊടുത്തു വീടിയിരിക്കണം. എത്രയാണ് കൊടുക്കേണ്ടത്? ഓരോരുത്തർക്ക് വേണ്ടിയിട്ടും ഒരു സ്വാഴ് നാട്ടിലെ സാധാരണ ഉപയോഗിക്കുന്ന മുഖ്യ ഭക്ഷ്യധാന്യത്തിൽ നിന്നാണ് കൊടുക്കേണ്ടത്. ഒരു സ്വാഴാണ്. എത്രയാണ് ഈ ഒരു സ്വാഴ്? അത് 4 മുദ്ദാണ്.
അത് കുറച്ച് വിശാലമായി വിശദീകരിച്ച് പറയേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ പറയാൻ പെട്ടെന്ന് മനസ്സിലാക്കുന്ന തരത്തിൽ പറഞ്ഞാൽ, ഈ 2.5 കിലോ, 2.700, 2.600 കിലോയാണ് ഒരു സ്വാഴ് എന്നൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും അളവ് ഒരു പ്രശ്നമാണ്. അളവ് കൃത്യമായി നമുക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഫിത്ർ സക്കാത്തിന് നിശ്ചയിക്കപ്പെട്ട ശറഅ് പറഞ്ഞ ആ അളവ് കൃത്യമായി നമുക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ ആ അളവ് കിട്ടും എന്ന് നമുക്ക് ഉറപ്പുള്ള തരത്തിൽ ഒരല്പം പോലും കുറവ് വരാത്ത അളവ് കൊടുക്കണം എന്നാണ് നിയമം. അത് പ്രകാരം വെച്ച് നോക്കുമ്പോൾ ഇന്ന് അരികളൊക്കെ പല തൂക്കം ഉള്ള അരികളാണ്. പല ഇന അരികളാവുമ്പോൾ അതിൻ്റെതായ തൂക്ക വ്യത്യാസം വരുമ്പോൾ ചില അരികൾ 2.5 കിലോ കൊണ്ടോ 2.700 കൊണ്ടോ ഒന്നും ഒരു ഫിത്ർ സക്കാത്തിന്റെ അളവ് കൃത്യമായി കിട്ടിക്കൊള്ളണം എന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സന്ദർഭത്തിൽ, അങ്ങനെയൊക്കെ കൃത്യമായി ഒരു അളവ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നാൽ ആ ഉറപ്പ് കിട്ടുന്ന അളവ് എത്രയാണോ ആ അളവ് എത്തുമ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം. അങ്ങനെയൊക്കെ ചിന്തിച്ച് നോക്കുമ്പോൾ ഇന്നത്തെ അരികളുടെ രീതിയും തൂക്കമൊക്കെ വെച്ച് നോക്കിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ അളവ് കിട്ടാൻ ഏകദേശം ഒരു 3 കിലോ ഒരാൾക്ക് വേണ്ടി കണക്കാക്കി കൊടുക്കലാണ് ഏറ്റവും അഭികാമ്യം. അങ്ങനെ കൊടുക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്? ഫിത്ർ സക്കാത്തിന്റെ അവകാശികളായി ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കൊടുക്കേണ്ടത്. ഫിത്ർ സക്കാത്തിന്റെ അവകാശികളായി ആരൊക്കെയുണ്ടോ, അത് വാങ്ങാൻ അവകാശപ്പെട്ടവരായി ആരൊക്കെ നമ്മുടെ നാടുകളിൽ എത്തിക്കപ്പെടുന്നുണ്ടോ അവർക്കാണ് കൊടുക്കേണ്ടത്. അന്യനാട്ടിലല്ല കൊടുക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ അതിന്റെ അവകാശികൾ ഉണ്ടായിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ കൊടുത്തിരിക്കണം. അതിന്റെ അവകാശികളായി പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് 8 വിഭാഗം ആളുകളാണ്. നമ്മുടെ നാട്ടിൽ ആ 8 വിഭാഗം ഇല്ല. അപ്പൊ ആ 8 വിഭാഗത്തിൽ നിന്ന് നമ്മുടെ നാടുകളിൽ എത്തിക്കപ്പെടുന്നവരെ മാത്രം ഒന്ന് പറയാം. അതിലൊന്ന് ഫക്കീറാണ്. ഒന്ന് ഫക്കീർ, മറ്റൊന്ന് മിസ്കീൻ, മറ്റൊന്ന് കടമുള്ളയാള്, മറ്റൊന്ന് മുഅല്ലഫത്ത് പൊതുവിശ്വാസി. അതിലാദ്യമായി ഫക്കീറിനെ ഒന്ന് പരിചയപ്പെടുത്താം. ആരാണ് ഈ ഫക്കീർ? ഫക്കീർ എന്ന് പറഞ്ഞാൽ സ്വന്തം ആവശ്യത്തിനും ചിലവ് കൊടുക്കൽ നിർബന്ധമായവരുടെ ആവശ്യത്തിനും മതിയാകുന്ന ധനമോ ജോലിയോ ഇല്ലാത്തയാളാണ്. അയാൾക്ക് അത്യാവശ്യം ജോലിയുണ്ട്. ആ ജോലി കൊണ്ടൊക്കെ വളരെ ഞെരുങ്ങിയിട്ട് അയാൾക്ക് ജീവിക്കാൻ കഴിയും. എന്നാലും ജീവിതമൊന്നും ശരിക്കും അങ്ങോട്ട് വിശാലമായി വലിയ അമിതമായിട്ടല്ലെങ്കിൽ കൂടി ഒരു പരുവത്തിന് കൊണ്ടുപോകാൻ കഴിയാത്തവനാണ് ഫക്കീർ. അതായത് ഒരു ദിവസം അയാളുടെ വീട്ടിൽ 100 രൂപ ചെലവ് വരും. ആ 100 രൂപ ചെലവിന് അയാളുടെ ശമ്പളമൊക്കെ വെച്ച് നോക്കുമ്പോൾ അയാൾക്ക് ഒരു 30 രൂപ 40 രൂപയെ കിട്ടാറുള്ളൂ. ഇയാളാണ് ഫക്കീർ. ഇനി ഇയാൾക്ക് പെരുന്നാൾ ആവശ്യത്തിന് നല്ലൊരു ഭക്ഷണം ഉണ്ടായത് കൊണ്ടോ, അയാൾക്ക് നല്ല വസ്ത്രം പെരുന്നാളിന് ഇടാനുള്ളത് കൊണ്ടോ, ഒരു അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു വീട് ഉള്ളത് കൊണ്ടോ അയാൾ ഫക്കീർ ആകാതിരിക്കുന്നില്ല. അതൊക്കെ അയാൾക്ക് ഉണ്ടെങ്കിലും അയാളുടെ ജീവിതത്തിന്റെ ശൈലി ദിനേന ഇങ്ങനെയാണെങ്കിൽ അയാൾ ഫക്കീറാണ്. ഏറ്റവും അവകാശപ്പെട്ട 8 പേരിൽ ഒരാൾ അയാളാണ്. അയാളെ തെരഞ്ഞു പിടിച്ചു കൊടുക്കണം. പിന്നെ ആരാണ്? രണ്ടാമത് മിസ്കീനാണ്. മിസ്കീൻ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഞെങ്ങി ഞെരുങ്ങി ഒരു പരുവത്തിനൊക്കെ ജീവിച്ചു പോകാം. ജോലിയൊക്കെ ഉണ്ട്, ജീവിച്ചു പോകാം. നേരത്തെ പറഞ്ഞതിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യാസപ്പെട്ട ആൾ, ഉയർന്ന ആൾ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരു ദിവസത്തെ ചെലവിന് 100 രൂപ വേണമെങ്കിൽ ആ 100 രൂപയ്ക്ക് അയാൾക്ക് ആകെയുള്ള വരുമാനം ഒരു 90 രൂപ 80 രൂപ അയാൾക്ക് കിട്ടും. അതായത് ഒരു മാസം അയാൾക്ക് ജീവിക്കാൻ വേണ്ട തുക 10,000 ആണെങ്കിൽ, അല്ലെങ്കിൽ 7,000 ആണെങ്കിൽ അയാൾക്ക് ഒരു മാസത്തെ തുക കഷ്ടിച്ചു വരുന്നത് ഒരു 5,000 രൂപയാണ്. ഒരു 2,000ന്റെ ഞെരുക്കം വരും. അത് അമിതമായി ജീവിക്കാനല്ല, സാധാരണ അയാളെ കുടുംബത്തെ പോറ്റി കൊണ്ടുപോകാൻ, ഞെരുക്കമില്ലാതെ കൊണ്ടുപോകാൻ 7,000 വേണ്ടടുത്ത് 5,000 മാത്രമേ അയാൾക്കുള്ളൂ. ഇയാളാണ് മിസ്കീൻ. അപ്പൊ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അയാൾക്കൊരു നല്ല വീടുള്ളത് കൊണ്ടോ പെരുന്നാളിടാൻ നല്ല ഡ്രസ്സ് ഉള്ളത് കൊണ്ടോ ഒന്നും അയാളും മിസ്കീനാകുന്നതിനെതിരല്ല. അപ്പൊ അത്തരക്കാരെയും കണ്ടുപിടിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ മറ്റൊന്ന് മുഅല്ലഫത്ത്. മുഅല്ലഫത്ത് എന്ന് പറഞ്ഞാൽ പൊതുവിശ്വാസി. ഹൃദയം, ശരിക്കു പറഞ്ഞാൽ ഹൃദയങ്ങൾ രഞ്ജിക്കപ്പെടേണ്ടവർ, അഥവാ വിശ്വാസം ഉറച്ചിട്ടില്ലാത്ത മുസ്ലിങ്ങൾ. അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് അധികം നാളായിട്ടില്ല. അപ്പൊ അവർക്ക് നമ്മൾ ഈ സഹായഹസ്തങ്ങൾ നൽകുന്നതിലൂടെ ഈ മതം കാരുണ്യത്തിന്റെ മതം, ഇതിങ്ങനെ ഒരുപാട് സഹായങ്ങൾ കിട്ടും, ഇതിൽ തന്നെ ഉറച്ചു നിൽക്കാമെന്ന് അത്തരത്തിലും അവർ ചിന്തിക്കും. അതിനു വേണ്ടിയിട്ടും അത്തരത്തിൽ കടന്നു വരുന്ന പൊതുവിശ്വാസികൾക്കും
മറ്റ് വർഷങ്ങളായി മുസ്ലിമായി കഴിയുന്ന പൊതുവിശ്വാസികൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് കൊടുത്താൽ അവർക്ക് കൊടുക്കുന്നതിലൂടെ മറ്റുള്ളവർ അതിലേക്ക് ആകർഷിക്കും. കൊള്ളാം, ആ മതം അങ്ങനെ സഹായങ്ങൾ കിട്ടും എന്ന തരത്തിൽ മറ്റുള്ളവർ ചിന്തിക്കുമെന്നുണ്ടെങ്കിൽ അവരെയും ഈ ഗണത്തിൽപ്പെടുത്തിയിട്ട് അങ്ങനെയുള്ള വർഷങ്ങളായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന നമ്മൾ പൊതുവിശ്വാസികൾ എന്ന് വിളിക്കുന്നവർക്കും ഈ സക്കാത്തിന്റെ വിഹിതം കൊടുക്കാം. മറ്റൊന്ന് കടബാധിതരാണ്. കടമെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ചിന്തിക്കുന്ന ഒരുപാട് കടമുണ്ട്, അയാൾക്ക് ആ കടം വീട്ടാനുള്ള സ്വത്തൊക്കെ ഉണ്ടെങ്കിലും അയാൾ കടക്കാരൻ എന്ന പരിഗണനയല്ല. പിന്നെ ഇവിടെ പറയപ്പെടുന്ന കടക്കാരൻ സ്വന്തം ആവശ്യത്തിന് കടം വാങ്ങി ആ കടം അയാളുടെ സ്വത്തിൽ നിന്ന് വീട്ടുകയാണെങ്കിൽ അയാൾ നേരത്തെ പറഞ്ഞ ഫക്കീറോ മിസ്കീനോ ആയിപ്പോകും. അങ്ങനത്തെ കടമുള്ളയാൾ ഹലാലായ കാര്യത്തിനാണ്, അത് ദുന്യവിയായ കാര്യമായിക്കോട്ടെ ഉഖ്റവിയായ കാര്യമായിക്കോട്ടെ, ആ ഹലാലായ കാര്യമാണ്, അല്ല ഹറാമിന് വേണ്ടിയിട്ടല്ല. ഹലാലായ ഒരു കാര്യത്തിന് കടം വാങ്ങി ആ കടം അയാൾ വീട്ടാൻ മാത്രമുള്ള സ്വത്തൊന്നും അയാളെ കയ്യിലില്ല, അല്ലെങ്കിൽ അയാൾക്ക് അതിന് പറ്റുന്ന സാമ്പത്തികതയില്ല. അയാളുടെ സ്വത്തിൽ നിന്ന് ആ കടം വീട്ടുകയാണെങ്കിൽ അയാൾ നേരത്തെ പറയപ്പെട്ട ഫക്കീറോ മിസ്കീനോ ആയി പോകും. അത്തരത്തിലുള്ള കടമുള്ളയാളുകൾ, അത് അനുവദനീയമായ ഏത് കാര്യത്തിനുള്ള കടവുമാകാം, ഹറാമല്ലാത്ത ഏത് കാര്യത്തിനും ആകാം, ആ കടമുള്ള ആളുകൾക്ക് അവരുടെ കടം വീട്ടാനൊക്കെ നിശ്ചയിച്ചിട്ടും അവർക്കും ഫിത്ർ സക്കാത്തിന്റെ വിഹിതം നമുക്ക് കൊടുക്കാം. അവരും അവകാശികളാണ്. ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ മസാലകള്. തീർത്തും ഇതൊക്കെ വളരെ നിർബന്ധമാണ്. ഗൗരവപൂർവ്വം എടുത്തുകൊണ്ട് ഫിത്ർ സക്കാത്തിന്റെ ബാധ്യത എല്ലാവരും നിർവഹിക്കുക. ഇനിയിപ്പോ ഈ പറയപ്പെട്ട നമ്മളിപ്പോ ഈ മനസ്സിലാക്കുന്ന 4 വിഭാഗങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ എത്തിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ഒന്നിലധികം ഫക്കീറുമാരോ മിസ്കിന്മാരോ ഒന്നും എത്തിക്കപ്പെട്ടിട്ടില്ല. ലോക്ക്ഡൌണിന്റെ സമയമാണ്, ഇനിയിപ്പോ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിക്കുകയാണെങ്കിൽ അവരോട് പറയാനുള്ള മറുപടി, ഒരാളെങ്കിൽ ഒരാള്, രണ്ടുപേരെങ്കിൽ 2 പേര്. ഇപ്പോഴത്തെ സാഹചര്യം അതല്ലേ. ആ സാഹചര്യത്തിൽ എത്ര പേരെ കണ്ടെത്തുമോ, എത്ര പേർക്ക് കൊടുക്കാൻ പറ്റുമോ അത്രയും കൊടുക്കുക. ഒരാൾക്ക് 2 or 3 പേരുടെ പങ്ക് ഇപ്പൊ കൊടുക്കാൻ അതേ സാധിക്കുന്നുള്ളൂ എങ്കിൽ അങ്ങനെ കൊടുക്കുക. ഏതായാലും കൊടുത്ത് ആ ബാധ്യത നിർവഹിക്കുക. അതേപോലെ തന്നെ സ്വന്തം നാട്ടിൽ കൊടുക്കണം. നമ്മുടെ നിർബന്ധമാകുന്ന സമയത്ത് നമ്മുടെ ദേഹം ഏത് നാട്ടിലാണോ ആ നാട്ടിൽ വെച്ചാണ് അത് കൊടുക്കേണ്ടത്. താമസിക്കുന്നത് എവിടെയാണോ ആ നാട്ടിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ അത് പ്രകാരം ഗൾഫിലുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് ഗൾഫിലാണ് കൊടുക്കേണ്ടത്. ഇനി അവർക്ക് അവിടെ കൊടുക്കാനുള്ള സാഹചര്യം ഒന്നും ഇല്ല, നിങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞ് നമ്മൾ അറിയിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് കൂടി നമുക്ക് ഇവിടെ കൊടുക്കാം. അല്ലാതെ വേറെ വഴികളില്ലല്ലോ. അവർക്ക് അവിടെ കൊടുക്കാനുള്ള സാഹചര്യങ്ങളും സംവിധാനങ്ങളും ഇല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടും നമ്മളോട് ഏൽപ്പിക്കുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാം. നിയ്യത്ത് വെക്കണം, ഇതെന്റെ കൊടുക്കുന്ന നേരത്ത് ഇതെന്റെ ഫിത്ർ സക്കാത്ത്, ഇതെന്റെ മകന്റെ ഫിത്ർ സക്കാത്ത്, ഇതെന്റെ മകളുടെ ഫിത്ർ സക്കാത്ത് എന്ന് നിയ്യത്ത് വെച്ചുകൊണ്ട് തന്നെയായിരിക്കണം അത് കൊടുക്കേണ്ടത്. ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു, അതിന്റെ അളവ് ഈ പറഞ്ഞ മാതിരി ഇന്ന് നമുക്ക് എത്തിക്കപ്പെടുന്ന ഈ ധാന്യമാകുന്ന അരിയില് അളവില് വ്യത്യാസങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ആ ഉറപ്പ് നമുക്ക് കിട്ടണം. കാരണം കുറഞ്ഞു പോയാൽ ആ ബാധ്യതയിൽ നമ്മൾ വീഴ്ച വരുത്തിയവരാകും. അത് നമുക്ക് ഒരിക്കലും വരാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ഒരു 100-200 ഗ്രാം ഒന്ന് കൂടിക്കോട്ടെ, ഒരു 3 കിലോ ഓരോരുത്തർക്ക് കണക്കാക്കി കൊടുക്കുക. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. എല്ലാ ഹക്കുകളും വീട്ടാനുള്ള ഭാഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.